ഇത് നാം മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യന് വിതയ്ക്കാൻ കഴിയുന്ന 3 വയലുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 3 വയലുകളും മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ശ്രദ്ധയോടെ വിതച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ റൈറ്റ് റിസൾട്ട് നമുക്ക് കൊയ്യാൻ കഴിയും. കാരണം ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് മനുഷ്യനോട് പറയുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. So the topic that we are going to explore today is the 3 fields that mankind can sow, and these 3 fields are actually within the man itself. And as the word of God says that whatever the man sows he will reap, and therefore it is important that we sow correctly so that we can get the right results. वो जो है विषय जिसके ऊपर आज हम मनन करने वाले हैं, 3 खेत जिसमें मनुष्य बो सकता है, ये तीनों भी खेत मनुष्य के भीतर ही है. परमेश्वर का वचन जैसे हमसे कहता है, मनुष्य जो बोता है वही वो काटता है. മനുഷ്യന്റെ 3 ഭാഗങ്ങളിൽ 2 ഭാഗം അദൃശ്യമാണ്. ഈ 2 ഭാഗവും അദൃശ്യ ലോകത്തിലാണ്. അപ്പോൾ വിത നടക്കേണ്ടത് അദൃശ്യ ലോകത്തിലായതുകൊണ്ട് മനുഷ്യരത് അറിയുന്നില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അവരവിടെ വിതയ്ക്കുന്നതിന്റെ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ അവർ കൊയ്തിരിക്കും. So 2 of the man's components are invisible, spirit and soul. And these 2 components exist in an invisible world, in a different invisible world, and therefore man is not fully aware of it. But whether he knows or not, whatever he sows in this invisible world through these, he will reap from it. मनुष्य के भाग, जो इंसान जो है उसके 2 भाग, 3 में से 2 भाग अदृश्य है. इस कारण से वहाँ पर जो बोना होता है उसके बारे में कई बार मनुष्य अनजान रहता है. लेकिन चाहे वो जाने या न जाने, जो वहाँ पर बोता है वही वो काटेगा. ഇവിടെ കാണാം മനുഷ്യന്റെ ബോഡി ഭൂമിയിൽ നിൽക്കുന്നു. ഈ ഭൂമി വിതയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെയാണ് നമ്മൾ നെല്ല്, ഗോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതച്ച് കൊയ്യുന്നത്. ഇതേപോലെ തന്നെ മനുഷ്യന്റെ സോളും അതിൻ്റെ മുകളിലുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെയും നമ്മൾ അറിയാതെ നമ്മൾ വിതച്ച് കൊയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റിലും നമുക്ക് വിതയ്ക്കുവാനായിട്ട് കഴിയും. നമ്മൾ എവിടെ എന്ത് വിതയ്ക്കുന്നുവോ അതിൻ്റെ ഫലം നമ്മൾ കൊയ്തിരിക്കും. So as you can see in the picture, the body is standing on earth, and on earth we all know that we sow, and what we sow we reap. But then the soul is also standing in the world, and without you knowing, the soul also is able to sow, and it also sows, and it also reaps what it sows. And in the same manner the spirit can also sow. जैसे जानते हैं शरीर खड़ा है धरती पर और वहाँ पर हम बोते हैं, जैसे कि धान्य बोते हैं, चावल गेहूँ ये सब बोते हैं और काटते हैं, उसी प्रकार प्राण भी खड़ा है एक दूसरे स्तर पर, प्लेटफॉर्म पर. वहाँ पर भी बोना काटना होता है. शायद हम उसके बारे में अनजान हैं. आत्मा की भी वही बात है. ഇതാ പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ആ രൂപമൊക്കെ ഞാനങ്ങ് മാറ്റി ഇതാ വിതയ്ക്കാനുള്ള 3 വയലുകളെ അങ്ങ് കൊണ്ടുവന്നു. അതിലൊന്ന് ഭൂമിയിലാണ്, മറ്റൊന്ന് ലോകത്തിലാണ്, മറ്റൊന്ന് ഹെവൻ ദൈവരാജ്യത്തിലാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒന്ന് ഈ ഭൂമിയിലെ ലാൻഡാണ്, മറ്റൊന്ന് ലാൻഡ് തന്നെയാണ് പക്ഷെ ഇൻവിസിബിൾ ആണ്, അതാണ് ഫ്ലഷ്. മറ്റത് ഒന്ന് ഏറ്റവും ടോപ്പിലുള്ളത് സ്പിരിറ്റ്. So here I am changing the image to the 3 platforms that man can sow. At the bottom is the earth, which is the land, which the body sows, and in the middle is the world, which is the flesh that the soul sows, and at the top is the heaven, which the spirit sows. इस चित्र में यहाँ पर जो है 3 स्तर है, वो 3 प्लेटफॉर्म, जो 3 ज़मीन है जहाँ पर बोया जाता है. सबसे नीचे है धरती, उसके ऊपर है प्राण का, और सबसे ऊपर है स्वर्ग. ഈ ദേഹിയുടെ ഉള്ളിലും ഇതാ സീഡുകൾ പിശാച് ഇട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് ജഡചിന്തകൾ, കോപം, പക, ക്രോധം, അസൂയ എന്നൊക്കെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അകത്ത് കിടക്കുന്നുണ്ട്, നോർമലി കാണുകയില്ല. പക്ഷേ പുറത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് അകത്തൊന്ന് പുറത്തേക്ക് പൊട്ടിമുളച്ച് കടന്നു വരികയും പെട്ടെന്ന് ഫലമാകുകയും ചെയ്യും. കുടുംബങ്ങൾ ഛിദ്രമാകുകയും പല അടിപിടികളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ഈ വിത്തുകളെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സാത്താൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മുളപ്പിക്കരുത്. ഇതിനെ മുളപ്പിച്ച സാഹചര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് പാത്രം പൊട്ടിയത്, മൊബൈൽ പൊട്ടിയത്, അതെടുത്ത് എറിഞ്ഞത്, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നത് ഇത് പൊട്ടിമുളച്ചപ്പോഴാണ്. So Satan has sown his seeds like anger, envy, jealousy, etc. in this world, in this second realm.
and usually it's invisible, but when the right circumstances arises, it sprouts immediately and cause trouble. And you may remember whenever it has sprouted already, like when you threw that mobile or when you threw that vessel and caused all those problems. शैतान ने हम उस प्राण के स्तर के अंदर जो है संसार में, वहाँ पर उसके बीज बोए हुए हैं, जैसे कि क्रोध है, ईर्ष्या है और जलन है, ये सारी बातें, वो वहाँ पर अवसर मिलने पर वो वहाँ से फूट निकलता है। और जैसे हम जानते हैं हमारे घरों में, परिवारों में अगर झगड़ा हुआ है, हमने बर्तनों को फेंका, मोबाइल को फेंका, तो ये सब इसीलिए कि वो बीज जो है शैतान ने डाले हैं, शरीर की अभिलाषा है, वो वहाँ से फूट कर निकले। ശ്രദ്ധിച്ചേ, ഈ താഴെയുള്ള വിത്തുകളുണ്ടല്ലോ, വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ വിശപ്പടക്കാം. ഈ രണ്ടാമത്തെ മണ്ഡലത്തിലെ വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മരിക്കാം. മൂന്നാമത്തെ മണ്ഡലത്തിലെ വിത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നിത്യം ജീവിക്കാം. ഒന്നുകൂടി പറയാം, ഭൂമിയിലെ വിത്തുകൾ ഉപയോഗിച്ചാൽ തൽക്കാലം നമുക്ക് വിശപ്പ് അടക്കാം. എന്നാൽ ലോകത്തിൽ പിശാച് മറച്ചു വെച്ച വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മരിക്കാം. എന്നാൽ അതിന്റെ മുകളിൽ ദൈവരാജ്യത്തിൽ നമ്മുടെ സ്പിരിറ്റിൽ ദൈവം നിക്ഷേപിച്ച വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് നിത്യം ജീവിക്കാം. So taking a look back at the topic, in the three realms, if you use the seed that you sprout in the earth realm, the lowermost realm, you can temporarily satiate your hunger. On the other hand, if you use the seeds that are sown in the flesh realm, in the middle realm, then you can die. On the other hand, if you use the seed that are sown in the heaven realm, the topmost realm, in your spirit, then you can live again. प्रिय लोगों, सबसे निचला स्तर जो है, जो कि धरती का स्तर है, वहाँ पर से बीज, उसके फल को यदि हम खाएंगे, थोड़ी समय के लिए हमारी शरीर की भूख मिटेगी, और प्राण के बीज और इसके फल को यदि हम खाएंगे तो हम मर जाएंगे। लेकिन आत्मा के स्तर के बीज को हम खाएंगे तो हम हमेशा के लिए जी सकेंगे। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവെറുതിയിൽ ആയിരിക്കുന്ന ഏവരെയും അറിയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone present in this hall and to everyone listening through other media. The presence of God is our greatest wealth. परमेश्वर के नाम का महिमा हो। पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को हमारा प्यारा नमस्कार, जो यहाँ पर उपस्थित है और जो हमें जूम के माध्यम से सुन रहे हैं। परमेश्वर की उपस्थिति हमारा सबसे बड़ा धन है। ഇന്ന് ഇത്തിരി കട്ടിയായിട്ടുള്ളത് കഴിച്ചാലോ? എല്ലാ ദിവസവും ലൈറ്റ് ആയിട്ടുള്ളതല്ലേ? അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ. ഇന്ന് ഇത്തിരി കട്ടിയായിട്ടുള്ളത് കഴിച്ചാലോ? The title of today's sermon is, What if we eat something solid today? Usually we have something light, but why not eat something solid today? आज का संदेश का शीर्षक इस प्रकार है, क्यों ना हम आज कुछ कठिन भोजन खाएं, क्योंकि हमेशा हम मृदु भोजन खाते हैं, तो आज कुछ अलग। പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, എപ്പോഴും വീട്ടിലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം അല്ലേ? ശരി, കടിക്കാനും പറിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം, നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിലെ ചെറുനാളില് ഈ ഞായറാഴ്ച വരുമ്പോൾ ഈ അപ്പൻ ഇറച്ചി മേടിച്ചോണ്ട് വരും, ചേമ്പലെ പൊതിഞ്ഞ ഇറച്ചി മേടിച്ചോണ്ട് വരും. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ഈ ഞായറാഴ്ച ഇറച്ചി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും. ഇന്ന് നമുക്കൊരു അല്പം ഇറച്ചി കഴിച്ചാലോ? So usually you may have heard it said in some houses, like, why not let's go out and eat something today, eat some non-veg today. Because we are all eating regular food at home, why not go out and eat some non-veg today? So today's topic is in relation to that. जैसे कि कुछ घरों में कभी कभी हम बोलते हैं कि हम हमेशा निरंतर अपने घर का ही बना खाना खाते हैं, तो क्यों ना कुछ अलग रुचि, कुछ अलग स्वाद हम बाहर से खा लेंगे। और ऐसे बाहर से खाते हैं, जैसे कि हमारे घर में सालों पहले हमारे पिताजी रविवार को मांस ले आते थे और हमें बड़ा जो है हम उत्सुक रहते थे उसके लिए।
അപ്പോൾ ഈ ടൈറ്റിലിന്റെ കീഴിൽ ഒരു സബ് ടൈറ്റിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ദൈവം അത് ദഹിക്കാൻ സഹായിക്കും. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. കാരണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതുവരെയും പാലാ തന്നേ, കട്ടിയായിട്ടുള്ളത് തന്നിട്ടില്ല. അപ്പോൾ ഒരല്പം കട്ടിയായിട്ടുള്ളത് തരാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടാം. 1 കൊരിന്ത്യർ 3:2 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് പാലത്ര തന്നത് കട്ടിയ ആഹാരം കഴിക്കാൻ ഇപ്പോഴും നിങ്ങൾ പ്രായമായിട്ടില്ല എന്നാണ്. പക്ഷേ എൻ്റെ ചിന്തയിൽ ഇതിൽ പ്രായമായിട്ടുള്ളവരുമുണ്ട്, പ്രായമാകാത്തവരുമുണ്ട്. എങ്കിലും നമുക്ക് ഇത്തിരി കട്ടിയായിട്ടുള്ള കഴിക്കാം. So Apostle Paul always say, especially in 1 Corinthians 3:2, I gave you milk, not solid food, for you are not yet ready for it. So let's approach the Lord in prayer so that we can consume some solid food. जिस प्रकार पौलुस कहता है 1 कुरिन्ती 3:2 में कहता है, मैंने तुमको दूध ही पिलाया, अन्न न खिलाया. तो इस प्रकार हम आज परमेश्वर में भरोसा करके अन्न खाएंगे. ഇതിന്റെ സബ് ടൈറ്റിലായിട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത്, ആ സോളിഡ് ഫുഡായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്, മനുഷ്യന് വിതയ്ക്കാൻ കഴിയുന്ന 3 വയലുകൾ. മനുഷ്യന് നമുക്ക് വിതയ്ക്കാൻ കഴിയുന്ന 3 വയലുകൾ. ഈ വയലുണ്ടെന്ന് അറിഞ്ഞാലേ വിതയ്ക്കാൻ പറ്റുകയുള്ളൂ. So the subtitle of today's topic and the solid food that we are going to look into is 3 fields that man can sow. तो आज का जो संदेश है उसका उपशीर्षक होकर हम लेंगे 3 खेती जहां पर इंसान या हम बो सकते हैं. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷനാണ്. ദൈവത്തിന്റെ ചലിക്കുന്ന ദേവാലയങ്ങളാണ്. Man, if you are to speak in the language of this world, is a very sophisticated machine. He is the moving temple of God. इंसान परमेश्वर का बना हुआ सबसे कॉम्प्लेक्स यंत्र है, यानी कि परमेश्वर का हिलने चलने वाला मंदिर हम कह सकते हैं. ഇത് നാം മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യന് വിതയ്ക്കാൻ കഴിയുന്ന 3 വയലുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 3 വയലുകളും മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ശ്രദ്ധയോടെ വിതച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ റൈറ്റ് റിസൾട്ട് നമുക്ക് കൊയ്യാൻ കഴിയും. കാരണം ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് മനുഷ്യനോട് പറയുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. So the topic that we are going to explore today is the 3 fields that mankind can sow, and these 3 fields are actually within the man itself. And as the word of God says that whatever the man sows he will reap, and therefore it is important that we sow correctly so that we can get the right results. वो जो है विषय जिसके ऊपर आज हम मनन करने वाले हैं, 3 खेत जिसमें मनुष्य बो सकता है. ये तीनों भी खेत मनुष्य के भीतर ही है. परमेश्वर का वचन जैसे हमसे कहता है, मनुष्य जो बोता है वही वो काटता है. ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ വായിച്ചിട്ട് നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തണം. അവിടെ പറയുന്നുണ്ട്, ദൈവത്തെ പരിഹസിക്കരുത്, വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത്. കാരണം മനുഷ്യൻ ഇങ്ങനെ ഒരു ടെക്നോളജി മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വായിച്ചേ, ഗലാത്യ ലേഖനം 6:7-8. വഞ്ചനപ്പെടാതിരിപ്പിൻ. Yes, go ahead. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നാം വിതച്ചതിന്റെ കൊയ്ത്താണ്. Let's start with the book of Galatians chapter 6 verse 7 and 8. Here it is written, do not be deceived, God cannot be mocked. A man reaps what he sows.
Whoever sows to please their flesh, from the flesh will reap destruction. Whoever sows to please the Spirit, from the Spirit will reap eternal life. So, this गलातियों 6 उसके 7 और 8 में लिखा है, धोखा न खाओ, परमेश्वर ठट्टा में नहीं उड़ाया जाता, क्योंकि मनुष्य जो कुछ बोता है वही काटेगा। क्योंकि जो अपने शरीर के लिए बोता है वह शरीर के लिए विनाश की कटनी काटेगा, और जो आत्मा के लिए बोता है वह आत्मा के द्वारा अनंत जीवन की कटनी काटेगा। മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും. അവൻ വിതയ്ക്കുന്നത് 3 പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ ഇത് മനുഷ്യന് അറിയില്ല. ഇനി ആകപ്പാട് അറിയുന്നുവെങ്കിൽ മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യുമെന്ന് പറയുമ്പോൾ ചിലർ അറിയുന്നത് ഈ ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ചാണ്. എന്നാൽ അത് മനുഷ്യൻ വിതയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നത്. So, whatever the man sows, he will reap. In fact, there are 3 platforms that he can sow in, and unfortunately, most of us are unaware of that. But whenever we say whatever man sows, he will reap, most of the people will think about sowing in this world, but that is only one of the platforms. मनुष्य जब बोता है तो वो 3 स्तरों में बो सकता है। ज़्यादातर लोग एक ही स्तर को जानते हैं, जो कि धरती में या जमीन में बोना, लेकिन वो एक ही स्तर है। ഇതാ മനുഷ്യനെ സംബന്ധിച്ച് ദൈവവചനം പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് തെസ്സലോനിക്കൻസ് 5:23 ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ആത്മാവ്, ദേഹി, ദേഹം ആണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. So, with regards to man, there are 3 components of a man. In 1 Thessalonians chapter 1, verse 23, it is written that a man is a combination of bodies, spirit and soul. परमेश्वर का वचन कहता है पहला थिस्सलुनीकी 1:23 में कि इंसान जो है वो 3 बातों का सामग्री है, 3 बातों से बना हुआ है। वो है उसका शरीर, प्राण और आत्मा। പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വ്യക്തി കുറേ കൂടി എളുപ്പം കാര്യങ്ങളെ മനസ്സിലാകത്തക്ക രീതിയിലാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണുന്നത്. അതായത് മനുഷ്യന് ആദ്യം ഒരാത്മാവുണ്ട്, നിങ്ങൾക്കവിടെ കാണാം, സ്പിരിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് സോള്, മൂന്നാമത് ബോഡി. ഇത് 3 സ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ട മനുഷ്യന്റെ യൂണിറ്റുകളാണ്. Dear friends, if you look at the screen, you will see in the picture that there are 3 components of a man. There is spirit, there is the soul, and there is the body. And these are 3 units that performs within a man. It will be easier for someone who works on computer science to understand this. अब जैसे स्क्रीन पर हम देख रहे हैं, इंसान जो है उसमें 3 भाग है या 3 बातों से मिलकर एक इंसान बनता है। वो तीनों भी अलग अलग स्थानों में उन्हें काम करना है। ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കാം. നിങ്ങൾക്ക് സൗജന്യമായിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു വെക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് വെച്ച് ധ്യാനിക്കാം. നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ കേൾക്കാറുണ്ട് ഫേംവെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എന്നൊക്കെ. ഇതേപോലെ തന്നെ മനുഷ്യന്റെ സ്പിരിറ്റിലാണ് അവന്റെ ഫേംവെയർ. ഈ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, വിട്ടേക്കുക. അവന്റെ സ്പിരിറ്റിലാണ് അവന്റെ ഫേംവെയർ, അവന്റെ സോളിലാണ് അവന്റെ സോഫ്റ്റ്വെയർ, അവന്റെ ബോഡിയാണ് അവന്റെ ഹാർഡ്വെയർ. So, if somebody is familiar with computer science, they will keep hearing words like hardware, firmware, and software. And even if you don't understand, it's fine. But in the context of humans, we can say that a person's spirit is his firmware, and his soul is his software, and the body is the hardware. कंप्यूटर साइंस जो जिससे जान पहचान है उनको ये शब्द समझ आता है, फर्मवेयर, सॉफ्टवेयर और हार्डवेयर। तो इंसान के संबंध में उसकी आत्मा में फर्मवेयर है, उसकी प्राण में सॉफ्टवेयर है और शरीर है हार्डवेयर। അവന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് അദൃശ്യമാണ്. ആത്മാവ് അപ്പോൾ തന്നെ ദേഹിയും അദൃശ്യമാണ്, സോളും അദൃശ്യമാണ്,
പക്ഷെ ഹാർഡ്വെയർ ആയ അല്ലെങ്കിൽ ബോഡി മാത്രമേ ഉള്ളൂ ദൃശ്യമായിരിക്കുന്നത്, ബാക്കി രണ്ടും അദൃശ്യമാണ്. With regards to man, a man's spirit is invisible, his soul is invisible, but his body is visible. इंसान के संबंध में आत्मा अनदेखा होता है और शरीर वो दिखता है, प्राण भी अनदेखा होता है. മനുഷ്യന്റെ 3 ഭാഗങ്ങളിൽ 2 ഭാഗം അദൃശ്യമാണ്. ഈ 2 ഭാഗവും അദൃശ്യ ലോകത്തിലാണ്. അപ്പോൾ വിധ നടക്കേണ്ടത് അദൃശ്യ ലോകത്തിലായതുകൊണ്ട് മനുഷ്യരത് അറിയുന്നില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അവരവിടെ വിതയ്ക്കുന്നതിന്റെ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ അവർ കൊയ്തിരിക്കും. So 2 of the man's components are invisible, spirit and soul, and these 2 components exist in an invisible world, in a different invisible world, and therefore man is not fully aware of it, but whether he knows or not, whatever he sows in this invisible world through these, he will reap from it. मनुष्य के जो इंसान जो है उसके 2 भाग, 3 में से 2 भाग अदृश्य है. इस कारण से वहाँ पर जो बोना होता है उसके बारे में कई बार मनुष्य अनजान रहता है, लेकिन चाहे वह जाने या न जाने, जो वहाँ पर बोता है वही वो काटेगा. നമുക്ക് അറിയാവുന്ന മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് മാത്രമാണ്. ശരീരം നിൽക്കുന്നത് ഭൂമിയിലാണ്. എന്നാൽ അദൃശ്യമായ മനുഷ്യന്റെ ദേഹി നിൽക്കുന്നത് ലോകത്തിലാണ്. എന്നാൽ അപ്പോൾ തന്നെ ഇതാ മനുഷ്യന്റെ ആത്മാവ് നിൽക്കുന്നത് ദൈവരാജ്യത്തിലാണ്. So we only know about the visible body. The visible body is on earth. The invisible soul is actually dwelling in this world, and on the other hand, the spirit is actually in the kingdom of God. शरीर जो हम देखते हैं वो इस धरती पर है, और प्राण जो है वह संसार में है, और आत्मा परमेश्वर के राज्य में है. ശ്രദ്ധിക്കുക, ഒരല്പം കൂടി ഒന്ന് മനസ്സിലാക്കിയാട്ടെ. ഈ മനുഷ്യന്റെ ദേഹി നിൽക്കുന്നത് ലോകത്തിലാണ്. അത് മനുഷ്യന്റെ കിങ്ഡമാണ്. പക്ഷേ മനുഷ്യന്റെ കിങ്ഡം ഇന്ന് അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. ഇന്ന് അത് പിശാചിന്റെ കിങ്ഡമാണ്. മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും മനുഷ്യന്റെ ലോകത്തിലേക്ക് കടന്നു. ഇന്ന് സർവ്വലോകവും പിശാചിന്റെ കയ്യിലാണ്. So man's soul resides in this world. It is actually man's kingdom, but then man lost that kingdom and it's now Satan's kingdom. As the word of God says, through one man sin came, and through sin came death. और प्राण का स्थान जो है वो संसार है. संसार यानी कि मनुष्य का साम्राज्य, लेकिन पाप के कारण वो जो है संसार शैतान के हाथ में गया है. जैसे वचन कहता है सारा संसार दुष्ट के वश में है. ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ പ്രദർശിപ്പിച്ചേക്കണേ. ആക്ച്വലി ഇതിന്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ അല്ല, ഇതിന്റെ ഡയറക്ഷൻ വെർട്ടിക്കൽ ആണ്. അതായത് നമ്മൾ പണ്ട് ട്രിനിറ്റി പഠിച്ചുകൊണ്ടിരുന്നില്ലേ? ട്രിനിറ്റി പഠിച്ചിരുന്നപ്പോൾ അത് ഹൊറിസോണ്ടലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈക്വലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു രംഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഈക്വൽ ലെവലല്ല, അതൊരു വെർട്ടിക്കൽ ലെവലാണ്. ദർ ഈസ് എ ഹെറാർക്കി, ദർ ഈസ് ഒരു ഭരണ ശ്രേണിയുണ്ട്. ഇതേപോലെ തന്നെ ആത്മാവ് ദേഹത്തിന് ഒരു ശ്രേണിയുണ്ട്. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആത്മാവാണ്, അതിനുശേഷം സോളാണ്, അതിന്റെ താഴെയാണ് ബോഡി. അതേപോലെ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ് അടുത്ത പിക്ചറിൽ. So in the picture that you saw earlier, we saw both spirit, soul and body side by side in a horizontal equal manner, but in reality it's not a horizontal hierarchy but rather a vertical hierarchy. There is a clear hierarchy. At the top is the spirit, and then at the bottom of the spirit is the soul, and then at the bottom of the soul is the body. And in this new picture I have rearranged that. पहले चित्र में हमने देखा कि एक ही रेशा में तीनों भी शरीर, प्राण और आत्मा खड़े थे, लेकिन वो वैसा नहीं है. जैसे हम जानते हैं पिता परमेश्वर, पिता पुत्र और पवित्र आत्मा ऊपर से नीचे तक श्रेणी में है, इसी प्रकार मनुष्य के संबंध में सबसे पहले आता है, ऊपर आता है आत्मा, उसके नीचे प्राण और उसके सबसे नीचे है शरीर. ഹല്ലേലൂയ. ഇതാണ്, അതായത് ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷനും സ്ത്രീയും കൂടിയ സഭയുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അല്ലാതെ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയല്ല. അതിനൊരു ഓർഡർ ഉണ്ട്. ഒരു മനുഷ്യന്റെ ബോഡി പോലെയാണ് ദൈവരാജ്യം. So as the word of God says, the head of a woman is a man, and the head of the man, which consists of both woman and the man, is Christ, and head of Christ, which consists
of the entire church, who consists of the entire church, is God. And in this manner, human are also in a similar hierarchy. जिस प्रकार परमेश्वर का वचन कहता है स्त्री का सिर पुरुष, पुरुष का सिर मसीह और मसीह का सिर परमेश्वर है, इसी प्रकार का क्रम होता है. ഹല്ലേലൂയ. ഇതാ ഈ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മനുഷ്യന്റെ ബോഡി ഭൂമിയിൽ നിൽക്കുന്നു. ഈ ഭൂമി വിതയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെയാണ് നമ്മൾ നെല്ല്, ഗോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതച്ച് കൊയ്യുന്നത്. ഇതേപോലെ തന്നെ മനുഷ്യന്റെ സോളും അതിൻ്റെ മുകളിലുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെയും നമ്മൾ അറിയാതെ നമ്മൾ വിതച്ച് കൊയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റിലും നമുക്ക് വിതയ്ക്കുവാനായിട്ട് കഴിയും. നമ്മൾ എവിടെ എന്ത് വിതയ്ക്കുന്നുവോ അതിൻ്റെ ഫലം നമ്മൾ കൊയ്തിരിക്കും. So as you can see in the picture, the body is standing on earth, and on earth we all know that we sow, and what we sow we reap. But then the soul is also standing in the world, and without you knowing, the soul also is able to sow, and it also sows, and it also reaps what it sows. And in the same manner, the spirit can also sow. जैसे जानते हैं शरीर खड़ा है धरती पर और वहां पर हम बोते हैं, जैसे कि धान्य बोते हैं, चावल गेहूं ये सब बोते हैं और काटते हैं, उसी प्रकार प्राण भी खड़ा है एक दूसरे स्तर पर, प्लेटफॉर्म पर, वहां पर भी बोना काटना होता है. शायद हम उसके बारे में अनजान है. आत्मा की भी वही बात है. ഇതാ പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ ആ രൂപമൊക്കെ ഞാനങ്ങ് മാറ്റി ഇതാ വിതയ്ക്കാനുള്ള 3 വയലുകളെ അങ്ങ് കൊണ്ടുവന്നു. അതിലൊന്ന് ഭൂമിയിലാണ്, മറ്റൊന്ന് ലോകത്തിലാണ്, മറ്റൊന്ന് ഹെവൻ ദൈവരാജ്യത്തിലാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒന്ന് ഈ ഭൂമിയിലെ ലാൻഡാണ്, മറ്റൊന്ന് ലാൻഡ് തന്നെയാണ്, പക്ഷെ ഇൻവിസിബിൾ ആണ്, അതാണ് ഫ്ലഷ്. മറ്റത് ഒന്ന് ഏറ്റവും ടോപ്പിലുള്ളത് സ്പിരിറ്റ്. So here I am changing the image to the 3 platforms that man can sow. At the bottom is the earth, which is the land, which the body sows, and in the middle is the world, which is the flesh that the soul sows, and at the top is the heaven, which the spirit sows. इस चित्र में यहाँ पर जो है 3 स्तर है, वो 3 प्लेटफॉर्म, जो 3 जमीन है जहाँ पर बोया जाता है. सबसे नीचे है धरती, उसके ऊपर है प्राण का, और सबसे ऊपर है स्वर्ग. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വിതച്ച് കൊയ്യാൻ പോവുകയാണ്. നമ്മൾ എന്ത് വിതയ്ക്കുന്നു അതനുസരിച്ചിരിക്കും. ഹോശേ 8:7 പറയാണ്, അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു. നമുക്ക് പലതും വിതയ്ക്കാം, പലതും കൊയ്യുവാനും കഴിയും. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു. We are going to learn about sowing and reaping from what we sow. Whatever we sow, we will reap similarly. The word of God says that those who sow the wind shall reap the whirlwind. और जो हम बोते हैं उसी को हम काटेंगे. जैसे होशिया 8:7 में लिखा है, उन लोगों ने हवा बोया और तूफान को काटा. ദൈവം മനുഷ്യർക്ക് കൊടുത്ത ആദ്യ കൽപ്പന എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? എനിപ്പടി സൂമിലുള്ളവർക്കും കമൻ്റായിട്ട് എഴുതാം. തിന്നരു എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു കൊടുത്തോ? Be fruitful. Be fruitful. ഫലമുള്ളവനാകുക. 31:26 മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള തീരുമാനമെടുത്തു. 27 സൃഷ്ടിച്ചു. 28 ആദ്യം അവനോട് പറഞ്ഞ വാക്ക് ബി ഫ്രൂട്ട്ഫുൾ, ഫലം ഉള്ളവൻ ആവുക. So do you know what is the first commandment that God gave mankind? It's actually in the book of Genesis, verse 28. In the book of Genesis, verse 26, God decides to create man. In verse 27, He creates man, and in verse 28, He gives the first commandment, which is be fruitful. क्या आप जानते हो सबसे पहले हुक्म परमेश्वर ने जो मनुष्य को दिया वो क्या है? वो हम उत्पत्ति 1:28 में देखते हैं. परमेश्वर कहता है मनुष्य से फलवंत होना. ഹല്ലേലൂയ. ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവനാകുക. അതായത് ഒരു ഡയറക്ടർ മാനേജറോട് പറയുകയാണ്,
എല്ലാ സ്റ്റാഫിനും സാലറി കൊടുക്ക് എന്ന് പറയുന്നത് പോലെ ദൈവം മനുഷ്യനോട് പറയാണ് ബി ഫ്രൂട്ട്ഫുൾ. അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ആ ഒരു മാനേജർ, നിങ്ങളോടാണ് അത് പറയുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് എന്നാ ചോദിക്കും? ആ ഡയറക്ടറോട്. എല്ലാവർക്കും സാലറി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറോട് നിങ്ങൾ എന്നാ ചോദിക്കും? Just like a director will command a manager saying, hey, pay salary to everybody, in the same manner, God is commanding us, be fruitful, bear fruit. And if God is to ask, if you are the manager and you have been asked to pay the salary, what will you do? मानो कि एक कंपनी है जिसका डायरेक्टर ने मैनेजर से कहा तुम सारे एम्प्लॉयज़ को, जितने भी मजदूर हैं, सबको तुम सैलरी दे दो, वेतन दे दो. तो अगर आप मैनेजर है, आप क्या कहोगे उस डायरेक्टर से? എന്തായിരിക്കും ചോദിക്കാൻ പോണേ? പൈസ എവിടെ അതിന് കൊടുക്കാൻ? അല്ലേ? ഞാനാണ് ചോദിക്കും, പൈസ എവിടെ അതിന് കൊടുക്കാൻ? ഇതേപോലെ ദൈവം മനുഷ്യനോട് പറയാണ് ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവനാകുക. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം, ഫലം കായ്ക്കണമെങ്കിൽ ഫലമല്ല കായ്ക്കണ്ടേ? അതിന് ആദ്യം എന്നാ വേണം? വിത്ത് വേണം. വിത്ത് എവിടെ? So the manager will reply to the director, where is the money to pay the salary? And that is the first question that a manager will ask the director. In the same manner, when God told us be fruitful, the first question here is, where is the seed to sow? वो मैनेजर डायरेक्टर से पूछेगा कि पैसे कहाँ है पगार देने के लिए. इसी प्रकार मनुष्य से जब परमेश्वर ने कहा कि फलवंत हो जा, तो सवाल यह है कि बीज कहाँ है. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ദൈവം എന്തു പറഞ്ഞേനെ? ചോദിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ എന്തു പറഞ്ഞേനെ? മനുഷ്യൻ അതിനുള്ള ബോധമില്ല ചോദിക്കാൻ. ചോദിച്ചിരുന്നെങ്കിൽ ദൈവം പറഞ്ഞേനെ, സീഡ് നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്, നിന്റെ ലോയിൻസിൽ, നിന്റെ കടിപ്രദേശത്ത് ഞാൻ സീഡ് നിക്ഷേപിച്ചിട്ടുണ്ട്. Go and be fruitful. If man had asked that question to God, God would have replied to him, the seed I have already deposited within your body, go and be fruitful. अगर ऐसे पूछा होता, परमेश्वर ने मनुष्य से कहा होता कि तेरे अंदर मैंने बीज रखा हुआ है. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടോ? ഇത്ര കടുപ്പമൊന്നുമല്ലല്ലോ, ലൈറ്റായിട്ടല്ലേ പറയണേ, ഇല്ലേ? അപ്പോ ഇതേപോലെ ദൈവം ഈ 3 പ്ലാറ്റ്ഫോമിലും ദൈവം വിത്തുകൾ വെച്ചിട്ടുണ്ട്. ബോഡി പ്ലാറ്റ്ഫോമിൽ, സോൾ പ്ലാറ്റ്ഫോമിൽ, സ്പിരിറ്റ് പ്ലാറ്റ്ഫോമിൽ ദൈവം വിത്തുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ വിത്ത് കൺസീൽഡ് ആണ്, മറഞ്ഞിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് അതിനെ റൈറ്റ് ടൈം എടുത്ത് വിതയ്ക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ ഇടയാകും. So in the same way, in all 3 platforms, be it body, spirit, body, soul, and spirit, on all 3 platforms, God has kept His seed there. But the seed is concealed. If you are able to identify the seed and sow it at the right time, you will be able to reap a good reward. इसी प्रकार परमेश्वर ने तीनों भी स्तर में, शरीर के और आत्मा, प्राण और आत्मा के स्तरों में बीज को रखा है. लेकिन ये बीज गुप्त है. सही समय पर यदि हम इस बीज को पाकर बो सकेंगे तो हम फल को काट पाएंगे. ഹല്ലേലൂയ. ഇതാ നമുക്ക് അറിയാവുന്നതുപോലെ ഇത് ചില സീഡുകൾ കാണിക്കാം. ഭൂമിയിലെ സീഡ് നമുക്ക് പെട്ടെന്ന് അറിയാം. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് പലരും. ഇതാ ഭൂമി. ആ ഭൂമിയിൽ ഒരു വിത്ത് കണ്ടോ? ആ വിത്ത് നമ്മുടെ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചാൽ കിട്ടുപോകും. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് എങ്ങനെ വിതയ്ക്കണമെന്ന് മനസ്സിലായി അതിനെ ചില സമയങ്ങളിൽ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി തുടർന്ന് അത് ഒരു തുണിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് ചാടും. തുടർന്ന് അതൊരു വൃക്ഷമായി, അത് ഫലമായി തീരുവാനായിട്ട് ഇടയാകും. Let's study the seeds used in the earth platform first, that is the body platform first. And there is a picture of the seed in the screen before you. If it is stored in a suitcase, it's not going to sprout. But if you know how to sow it, wet it, you may need to wet it a bit, you may need to soak it for some time, etc. And finally, when you sow it, it would actually grow into a tree and be a fruit.
धरती पर की बात पहले हम सोचेंगे, जैसे आप देख रहे हैं धरती के स्तर पर एक बीज को जब तक वो रहता है, अकेला रहता है, पेटी में रहता है, कुछ उपयोग नहीं, लेकिन उसको हम निकाल कर थोड़ा सा भिगो कर फिर कपड़े में बांध कर फिर उसमें से अंकुर निकलने लगता है, वो जाकर एक पेड़ बनता है और फल लाता है। പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മളുടെ ദേഹി ലോകത്തിലായിരിക്കുന്ന പിശാചിന്റെ പിടിയിൽ പെട്ടുപോയി കിടക്കുന്ന നമ്മളുടെ ദേഹിയിലും സീഡ് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് വിശുദ്ധ വചനം പറയുന്നു. In the same manner, God our Father has deposited seed in our soul as well. In the soul realm, in the realm of the world that is under the captivity of Satan right now. And that's what the word of Bible says. परमेश्वर का वचन हमसे कहता है कि परमेश्वर ने हमारे प्राण में भी इस प्रकार से बीज को रखा है जो संसार में बोया जाएगा, जो संसार आज शैतान के वश में है. എന്നാൽ ദൈവം വെച്ച സീഡുകളെയെല്ലാം കൺസീൽ ചെയ്തുകൊണ്ട് മൂടിക്കൊണ്ട് മനുഷ്യൻ പിശാചിനെ അനുസരിച്ചപ്പോൾ പിശാച് അവിടെ തൻ്റെ വിത്തുകൾ പാകി, മനുഷ്യന്റെ ദേഹിയിൽ തൻ്റെ വിത്തുകൾ പാകി അതിനെ മൂടിയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യൻ പോലും അറിയാതെ ഈ വിത്തുകൾ മുളയ്ക്കും. ആ വിത്തുകളുടെ പേരാണ് ജഡചിന്തകൾ. When man fell and when man sinned and fell from grace, Satan came and also sowed his own seeds into the soul of the man, and he has concealed it with mud. But sometimes because of this, because Satan has sown a seed, these seeds would sprout and becomes fleshly thoughts within us. शैतान जो है वो मनुष्य जिसने पाप किया और वो गिर गया, तो परमेश्वर के बीज जो मनुष्य के प्राण में गुप्त है उसके बीच में शैतान ने लाकर अपने बीज को बो दिया, और बीच बीच में मनुष्य के न जाने वो बीज जो है उगते हैं, और वह बीज है शरीर की अभिलाषाएं. ദൈവം നമ്മളുടെ ദേഹിയിൽ നന്മകൾ വെച്ചിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സഭപ്രസംഗി 7:29 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, പക്ഷെ ഇപ്പോൾ അവൻ സൂത്രപ്പണികളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ദേഹിയിലെ ആ ദൈവം വച്ച നേര് നഷ്ടപ്പെട്ടിട്ട് പിശാച് അവിടെ തൻ്റെ ജഡചിന്തകൾ സീഡ് രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുമ്പോഴാണ് കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നത്, ആളുകൾ തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടാകുന്നത്, തിന്മ പറയുവാനായിട്ട് ഇടയാകുന്നത്. God has sown good seeds within the soul of a man, but then Satan has come and sown his own seeds as well. Book of Ecclesiastes says that God has created man with goodness, but he has fallen away. It is when these satanic seeds that sprout that all the problems like family issues and whatnot comes up. परमेश्वर ने अच्छी बीज को मनुष्य के अंदर रखा है, जैसे प्रकार हम सब उपदेशक में पढ़ते हैं, मनुष्य को परमेश्वर ने भलाई के साथ निर्माण किया, लेकिन उसने युक्तियाँ नियुक्त की. तो इसी प्रकार दूसरे जो है संसार के बीज हमारे अंदर से उगने लगते हैं, और ये जब होता है तब झगड़ा होता है और सारी गलत चीज़ें होती हैं. ഹലോ, എൻ്റെ ഒപ്പം ഉണ്ടോ? നിങ്ങൾ ഉണ്ടോ? ശ്രദ്ധിച്ചേ, ഈ താഴത്തെ സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് ഈ കേരളത്തില് പിണറായിയുടെ കീഴിൽ കിടക്കണേ, ഇന്ത്യയിൽ മോദിയുടെ കീഴിൽ കിടക്കണേ. എന്നാൽ ഈ ലോകം കണ്ടോ, ഈ ലോകം പിണറായിയുടെ കീഴിലല്ല, മോദിയുടെ കീഴിലല്ല, പിശാചിന്റെ കീഴിലാണ് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ സോള് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെയുള്ള ഒരു കാര്യവും കാണാൻ പറ്റാത്തത്. അവിടെ മൊത്തം ഇരുട്ടാണ്, അന്ധകാരം. So if you look at the images here, the bottommost platform is the earth, and this earth is what is visible to us. It's under the Chief Minister Pinarayi, Prime Minister Modi, etc., etc. But the middle realm, that's the world, and that's not under Pinarayi or Modi or etc., but it's under the control of Satan, and it's fully dark, which is the reason we cannot see anything there.
इस चित्र में सबसे निचला भाग जो है, स्तर जो है वो धरती, वो यहाँ के अधिकारियों जैसे कि पिनराई जी या फिर मोदी जी के अधीन में है, लेकिन प्राण का जो स्तर है वो शैतान के वश में है। वहां पर सारा अंधकार है, इसलिए हम कई बार समझ नहीं पाते हैं कि क्या हो रहा है। ഈ ദേഹിയുടെ ഉള്ളിലും ഇതാ സീഡുകൾ പിശാച് ഇട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് ജഡചിന്തകൾ, കോപം, പക, ക്രോധം, അസൂയ എന്നൊക്കെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അകത്ത് കിടക്കുന്നുണ്ട്, നോർമലി കാണുകയില്ല. പക്ഷേ പുറത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് അകത്തുനിന്ന് പുറത്തേക്ക് പൊട്ടിമുളച്ച് കടന്നു വരികയും പെട്ടെന്ന് ഫലമാകുകയും ചെയ്യും. കുടുംബങ്ങൾ ഛിദ്രമാകുകയും പല അടിപിടികളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ഈ വിത്തുകളെ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ സാത്താൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മുളപ്പിക്കരുത്. ഇതിനെ മുളപ്പിച്ച സാഹചര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് പാത്രം പൊട്ടിയത്, മൊബൈൽ പൊട്ടിയത്, അതെടുത്ത് എറിഞ്ഞത്, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നത് ഇത് പൊട്ടിമുളച്ചപ്പോഴാണ്. So Satan has sown his seeds like anger, envy, jealousy, etc. in this world, in this second realm, and usually it's invisible, but when the right circumstances arises, it sprouts immediately and cause trouble. And you may remember whenever it has sprouted already, like when you threw that mobile or when you threw that vessel and caused all those problems. शैतान ने हम उस प्राण के स्तर के अंदर जो है संसार में, वहाँ पर उसके बीज बोए हुए हैं, जैसे कि क्रोध है, ईर्ष्या है और जलन है, ये सारी बातें वो वहाँ पर अवसर मिलने पर वो वहाँ से फूट निकलता है। और जैसे हम जानते हैं हमारे घरों में, परिवारों में अगर झगड़ा हुआ है, हमने बर्तनों को फेंका, मोबाइल को फेंका, तो ये सब इसीलिए कि वो बीज जो है शैतान ने डाले हैं, शरीर की अभिलाषा है, वो वहाँ से फूट कर निकले. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ വിതച്ച വിത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിമുളച്ചാൽ അതിൽ ഫലം ഉണ്ടായാൽ നമ്മളത് പറിച്ച് തിന്നാൽ തൽക്കാലത്തേക്ക് നമ്മുടെ വിശപ്പടക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇടുക്കി ചെന്നപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പേരയ്ക്ക ഉണ്ടായി കിടക്കണം. കുറച്ച് കിളി കൊത്തിക്കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അതിലൊരു പേരയ്ക്ക 2 എണ്ണം പറിച്ചു. ഒരെണ്ണം എനിക്ക് തിന്നു, ഒരെണ്ണം പുള്ളി. ഞാനത് കഴിച്ചപ്പോൾ എൻ്റെ വിശപ്പ് തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങുവാനായിട്ട് ഇടയായി. പക്ഷേ ഇവിടെയുള്ള വിത്തുകൾ നമ്മൾ മുളപ്പിച്ചാൽ വിശപ്പ് അടങ്ങുകയില്ലെന്ന് മാത്രമല്ല, നാം മരിച്ചു പോകും. ജഡത്തിന്റെ ചിന്ത മരണം. So the seeds that sprout in the lowermost realm, which is earth, that can be used to satiate your hunger. Recently I went to Idiki and to the farm, and I had a brother with me and I was feeling hungry, but then we saw a guava tree and we plucked 2 fruits, one for him and one for me. So I can satiate my hunger using the seeds that we sow in the lower realm. But if you actually sprout the seeds that are sown in the middle realm, which is world, not only will it not satiate your hunger, it will also lead to your death. धरती पर से बीज जो उगते हैं और उसमें से फल जो निकलता है उसे हम खाए तो हमारा भूख मिटता है, लेकिन प्राण के जो बीज है उसके बोए हुए फल को हम खाएंगे, न केवल हमारा भूख नहीं मिटेगा बल्कि हमें हमारा मौत भी हो जाएगा. ഹല്ലേലൂയ. ഇതാണ് റോമ 8:6 പറയുന്നത്. എന്താണെന്നറിയോ നിങ്ങൾക്ക് അവിടെ പറയുന്നേ? അല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. എന്നാ റോമ 8:6 പറയുന്നേ? ജഡത്തിന്റെ ചിന്ത മരണം. മതി. ശ്രദ്ധിച്ചേ, കണ്ടോ? ഈ സീഡെങ്ങാനും മുളപ്പിച്ചാൽ നമ്മൾ കൊണ്ടുവരുന്നത് മരണത്തെയാണ് ഫലമായിട്ട്. ജഡത്തിന്റെ ചിന്ത മരണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോം, എർത്ത് ഈസ് എ ഫസ്റ്റ് പ്ലാറ്റ്ഫോം, വേൾഡ് ഈസ് എ സെക്കൻഡ് പ്ലാറ്റ്ഫോം. അവിടെയുള്ളത് ഒന്നും മുളപ്പിക്കരുത്. കാരണം അവിടെയുള്ളത് മുളപ്പിച്ചാൽ നമുക്ക് നഷ്ടമാ. ജഡത്തിന്റെ ചിന്ത മരണം. പല റിലേഷൻഷിപ്പും മരിച്ചതിന്റെ കാരണം നമ്മൾ അവിടെ നിന്നുള്ളത് പലതും മുളപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ പല മരണങ്ങളും തുടങ്ങിയതിന്റെ കാരണം നമ്മൾ അകത്തുനിന്ന് പലതും നമ്മൾ പോലും അറിയാതെ മുളപ്പിച്ചു. So in the book of Romans chapter 8 verse 6 it says, the mind governed by the flesh is death. So that's the reason you should not sprout any of the seeds that are in the second platform, which is the world, because whenever we have sprouted it, it has caused death. Many of the relationships are dead because of sprouting these seeds, although it may be done inadvertently without you even thinking. And
there have been a lot of other deaths in your life because you have sprouted these seeds. रोमियो 8:7 में लिखा है, शरीर पर मन लगाना तो मृत्यु है। और इस 6 में लिखा है, 8:6 में लिखा है, शरीर पर मन लगाना तो मृत्यु है। इसके लिए ही हमारे प्राण में जो बीज है उसको कभी भी उगने को हमें नहीं देना चाहिए। വീണ്ടും റോമ 8:13 പറയാണ്, അവിടുത്തെ വിത്തുകൾ നിങ്ങൾ മുളപ്പിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത നീ മരിക്കും നിശ്ചയം. അതുകൊണ്ട് ജഡത്തിന്റെ ഉള്ളില് വിത്തുകൾ മുളപ്പിക്കരുത്. അത് പിശാച് നിക്ഷേപിച്ചതാണ്. അതിനെ നിർമൂലമാക്കണം, അതിനെ നാം എടുത്ത് കളയണം. നമുക്കതിന് ശക്തിയില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ വേറൊരു സീഡുണ്ട്. ആ സീഡ് ഉപയോഗിച്ചാൽ താഴെയുള്ള സീഡുകളെ നമുക്ക് നിർമൂലമാക്കാം, എടുത്തു കളയാം. Again, it says in the book of Romans, chapter 8, verse 13, "For if you live according to the flesh, you will die." So that's the reason you should never sprout the seeds that are in the second realm, which is the flesh realm, because these have been sown by Satan. But you do not really have the ability to remove these seeds. You should try to remove these seeds, but you do not have the ability to remove these seeds. But there are seeds sown in the upper realm, which is the heaven realm, which can actually remove these seeds. इसलिए ही रोमियो 8:13 में लिखा है कि पहले जो 8:1 में लिखा है, मसीह यीशु में जो है उन पर दंड किया गया नहीं, लेकिन 13 में लिखा है, शरीर के अनुसार तुम अगर दिन काटोगे तो मरोगे जरूर। और लिखा है कि आत्मा से देह की क्रिया को मारोगे तो जीवित रहोगे। इसलिए ही हम अपने आप से अपने प्राण की जो बीज है उसे मार तो नहीं सकते, लेकिन आत्मा की सहायता से हम ऐसे कर सकेंगे। പലപ്പോഴും നമ്മൾ പലരോടും ചിലപ്പോൾ ജീവിതത്തിൽ ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവസ്ഥ വരാറുണ്ട്. പലരോടും ചോദിക്കാറുണ്ട്, നിന്റെ എന്തോടാ മോഹം ഇന്ന് കറുത്തിരണ്ടിരിക്കണ, കടന്നൽ കുത്തിയതുപോലെ ഇരിക്കണേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലേ? എന്തുവാടി നിന്റെ മോഹം ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വേറൊന്നുമല്ല, ഇതിന്റെ അകത്തുനിന്ന് ചിലത് മുളപ്പിച്ചതാണ് ഈ പ്രശ്നം ഉണ്ടായേ. ദൈവത്തിന്റെ വചനം പറയുന്നു, വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാൽ മലിനമാകാൻ ഇടയാകും. വീട്ടിൽ ഒരാൾ മോഹം വീർപ്പിച്ച് നടന്നാൽ മതി, ആ വീട്ടിൽ എല്ലാവരുടെയും സമാധാനം സന്തോഷവും അത് കളയും. അതുകൊണ്ട് അതിനാൽ അനേകർ മലിനപ്പെടും. ഹെബ്രായ ലേഖനം 12:15 പറയാണ്, ദയവ് ചെയ്ത് അത് മുളപ്പിക്കല്ലേ, അത് പിശാചിട്ടതാണ്. നീ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവനായി തീരുക, ജീവൻ കൊടുക്കുന്നവനായി തീരുക, കയ്പല്ല. Sometimes you see people who are frowning, who are upset as if it's stung by a bee. And you may be wondering what's going on. It's nothing. It's just that the seeds that have been sown in the second realm, which is the world realm, is sprouting. And when it sprouts, it not only causes removes peace from that person, but also from people around him. As the word of God says that the bitter roots, if it sprouts, removes peace from everybody. इसलिए ही वो उस तरह के बीजों को हमारे अंदर कभी भी उगने नहीं देना चाहिए। जैसे कि हमारे परिवार में अगर किसी का मुंह, हमने पूछते हैं कि तुम्हारा मुंह ऐसा काला क्यों है, जैसे कि खटमल ने काटा है, एक व्यक्ति ऐसा रहेगा तो वो सारे परिवार की शांति वो हटा देगा। तो इसी प्रकार हमें, जैसे रोमियो 15 में लिखा है, दूसरों में आनंद लाने वाले होने चाहिए। ഹെബ്രായ ലേഖനം 12:15 വായിച്ചേ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ശ്രദ്ധിച്ചേ, വല്ല കയ്പുള്ള വേരും മുളച്ച്. അപ്പൊ എന്ത് വേരാണ്? കയ്പുള്ള വേര് മുളച്ച്. ഇത് വേര് മുളച്ച് നമ്മുടെ അകം മുഴുവൻ കഴിച്ചു പോകും. ഈ അകം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ നാവ് കൊണ്ട് നമ്മൾ ആരോടെങ്കിലും വർത്താനം പറഞ്ഞാൽ നമ്മളുടെ അകത്തുനിന്ന് പോകുന്ന കയ്പുള്ള വാക്കുകളായിരിക്കും, അവരും കഴിക്കും, മൊത്തം കഴിക്കും. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിൽപ്പാൻ ഇടയാകരുത്. ഇങ്ങനെ ഏദൻ തോട്ടത്തിലൊരു സംഭവം വന്നപ്പോൾ തന്നെ ദൈവം എന്തെന്നറിയാമോ? അവരെ അങ്ങ് പുറത്താക്കി. കാരണം എൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ അവസാനം പറയുന്നത്, പുതിയ യെരൂശലേമിൽ ഒരശുദ്ധനും പ്രവേശിക്കുകയില്ല. ബോഷ്ക്ക് പറയുന്ന ഒരുത്തനെ അവിടെ പ്രവേശിപ്പിക്കുകയില്ല. കാരണം അത് പരിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളും, നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുക, നമ്മളും അതേ വിശുദ്ധിയിലുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക.
Pastor, can you repeat that reference? Hebrews 12:15. So the book of Hebrews chapter 12 verse 15 says, "See to it that no one falls short of the grace of God, and that no bitter root grows up to cause trouble and defile many." So as it says here, you should not stay at a place where a bitter root is sprouting in the flesh realm, because it will not only defile that person, but it will also defile many. This is also a reason when mankind sinned, God removed him out of a Garden of Eden, because he will defile the entire Garden of Eden. And it is also the reason it says in the Bible that nobody impure shall inherit the kingdom of heaven. इब्रानियों 12 के 15 में हम देखते हैं, वहाँ पर लिखा है कि तुम वंचित न हो, कड़वे जड़ फूटकर किसी को कष्ट न करे, इसके लिए हमें संभालना है। इसलिए ही जब मनुष्य ने पाप किया, परमेश्वर ने उसे अदन की वाटिका से बाहर किया, क्योंकि वो पाप करने वाले को नहीं, पूरे जगह को वो अशुद्ध कर देगा। इसीलिए ही लिखा है, नए यरूशलेम में कोई भी अशुद्ध प्रवेश न करेगा। ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് യാത്രയാകാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രയാകാം. കാരണം ഇത് ആർക്കും അറിയത്തില്ല ഈ സംഭവം. ഇത് ദൈവമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ ഈ പ്ലാറ്റ്ഫോമിലെ കാര്യം അറിയൂ. ഈ പ്ലാറ്റ്ഫോമിലെ കാര്യം ഇങ്ങനെയാണ് വിശുദ്ധ പൗലോസിന് ഇത് വെളിപ്പെട്ട് കിട്ടിയത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, തികഞ്ഞവരോട് ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ പ്ലാറ്റ്ഫോമിലെ സ്പിരിറ്റ്, ദൈവരാജ്യ പ്ലാറ്റ്ഫോമിലെ മറഞ്ഞിരിക്കുന്ന സീഡുകളാണ്. തികഞ്ഞവരോട് ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ, ഈ ഭൂമിയുടെ ജ്ഞാനം അല്ല, ഇവിടെയുള്ള വിത്തുകളൊന്നുമല്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, പിശാചിന്റെ സന്ദേശങ്ങളും അല്ല. പകരം ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരിക്കുന്നതും മറച്ചു വെച്ചിരിക്കുന്നതുമായ ജ്ഞാനമാണ് ഞങ്ങൾ ദൈവാത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്കും പിശാചുക്കൾക്കും കൂട്ടർക്കും അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ക്രൂശിച്ചതോട് കൂടെ അവരുടെ സാമ്രാജ്യം തകർന്നുപോയി. നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി. So the word of God says, as Apostle Paul says, that to those who are wise we speak the wisdom, we speak in wisdom, and these wisdom are the seeds that are in heaven. And Apostle Paul says that this wisdom is not the wisdom of this world, but what has been hidden by God. And if they had known, hidden by God from the beginning, if they had known, they wouldn't have crucified Jesus Christ. पौलुस जैसे कहता है, हम जो सिद्ध है उनसे हम ज्ञान की बातें कहते हैं। और पौलुस ये भी कहता है कि ये ज्ञान जो है वो संसारी ज्ञान नहीं है, क्योंकि अगर ये संसार के लोगों के पास वो ज्ञान होता तो वो परमेश्वर का तेजोमय पुत्र यीशु को क्रूस पर नहीं चढ़ाते। ഹലോ, കരട് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ എന്റെ കുഞ്ഞുങ്ങളെ, ഇത് സ്പിരിച്വൽ ഗോൾഡ്. ഹല്ലേലൂയ. ഗോൾഡ് സപ്ലൈ ചെയ്യുമ്പോൾ ചിലരൊന്ന് ഉറങ്ങുകയാണോ? അല്ല, ഇത് സ്പിരിച്വൽ ഗോൾഡ്. ദൈവമേ, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണേ, ഇത് എൻ്റെ അകത്തൊന്ന് കയറി തരണേ. എൻ്റെ മക്കളെ, ഈ ഏറ്റവും ഉയർന്ന ഇല്ലത്തിലേക്ക് നിങ്ങൾ കയറിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ തിരിച്ചു പോകത്തില്ല. അല്ല, ആ ടേസ്റ്റ് ഒന്ന് അനുഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ തിരിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഈ മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എനിക്കൊന്ന് മനസ്സിലാക്കാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. ഒന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. So dear people, these are all spiritual gold that we are speaking about. Therefore, please do not fall asleep. If you understand this, if you are able to discern these hidden mysteries, these hidden treasures that are hidden, and then you would not go back. So therefore, please pray to God to
open your mind so that you can understand these hidden treasures. प्रिय लोगों, हम परमेश्वर से दुआ करेंगे कि इन बातों को जो है श्रेष्ठ बातों को समझने का अनुग्रह हमें दिया जाए, क्योंकि एक बार हम इसको समझेंगे हम वापस नहीं जाएंगे। इसलिए परमेश्वर से मांगेंगे, परमेश्वर जो गुप्त स्थानों के रहस्यों धन को समझने को मुझे सहायता कर। ശ്രദ്ധിച്ചേ, ഈ താഴെയുള്ള വിത്തുകളുണ്ടല്ലോ, വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ വിശപ്പടക്കാം. ഈ രണ്ടാമത്തെ മണ്ഡലത്തിലെ വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മരിക്കാം. മൂന്നാമത്തെ മണ്ഡലത്തിലെ വിത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നിത്യം ജീവിക്കാം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം, ഭൂമിയിലെ വിത്തുകൾ ഉപയോഗിച്ചാൽ തൽക്കാലം നമുക്ക് വിശപ്പ് അടക്കാം. എന്നാൽ ലോകത്തിൽ പിശാച് മറച്ചു വെച്ച വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മരിക്കാം. എന്നാൽ അതിന്റെ മുകളിൽ ദൈവരാജ്യത്തിൽ നമ്മുടെ സ്പിരിറ്റിൽ ദൈവം നിക്ഷേപിച്ച വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് നിത്യം ജീവിക്കാം. So taking a look back at the topic, in the three realms, if you use the seed that you sprout in the earth realm, the lowermost realm, you can temporarily satiate your hunger. On the other hand, if you use the seeds that are sown in the flesh realm, in the middle realm, then you can die. On the other hand, if you use the seed that are sown in the heaven realm, the topmost realm, in your spirit, then you can live again. प्रिय लोगों, सबसे निचला स्तर जो है, जो कि धरती का स्तर है, वहां पर से बीज, उसके फल को यदि हम खाएंगे, थोड़ी समय के लिए हमारी शरीर की भूख मिटेगी, और प्राण के बीज और इसके फल को यदि हम खाएंगे तो हम मर जाएंगे। लेकिन आत्मा के स्तर के बीज को हम खाएंगे तो हम हमेशा के लिए जी सकेंगे। ഇനി യേശു ക്രിസ്തു ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിന്റെ പുറകെ അഞ്ചപ്പം കൊണ്ട് 5000 പോറ്റിയപ്പോ കുറെ ആളുകൾ കൂടി. യേശു അവരോട് പറഞ്ഞൊരു കാര്യം, ഈ താഴ്ത്ത പ്ലാറ്റ്ഫോമിലെ അപ്പത്തിന് വേണ്ടിയല്ല എന്റെ പുറകെ പോരണ്ടേ, നശിച്ചു പോകുന്ന ഈ ആഹാരത്തിന് വേണ്ടിയല്ല എന്റെ പുറകെ വരണ്ടേ, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി എന്റെ പുറകെ വാ, അത് ഞാൻ നിങ്ങൾക്ക് തരാം, അതിനായി പിതാവായ ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലം ക്രിസ്തയേശുവിന്റെ അടുക്ക് ചെന്നാൽ മതി. Let's look at what Lord Jesus Christ spoke about this. When Lord Jesus Christ fed 5,000 with 5 loaves, people gathered around him for bread, and Jesus Christ said that it is not for the food that get destroyed, that is the food in the earth realm, that you should come to me, but for food, the bread that is from heaven, that will lead you to eternal life, that you should come to me. God the Father has sealed me for that purpose, and if you come to me, I will give you that bread. ये दोनों बातों को मिलाकर यीशु मसीह ने उन लोगों से कहा था, झुंड से कहा था, जब उसने 5 रोटी और 2 मछलियों से लोगों को खिलाया, तो उसके बाद लोगों से कहा कि तुम नाशवान रोटी के लिए मेरे पीछे न आओ, बल्कि स्वर्ग की उस रोटी जिससे अनंत जीवन मिलता है, उसके लिए तुम मेरे पीछे आओ, और इसके लिए पिता परमेश्वर ने मुझ पर मुहर लगाया है। മക്കളെ, ഇവിടെയുള്ള ബ്രെഡ് ലൈവ് ആണ്. ഇത് നമ്മൾ കിട്ടുമ്പോൾ ജീവനും കൂടി അകത്തേക്ക് തുടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ബാക്കി ഭൂമിയിലുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ഇതുണ്ടോ ബൈബിളിലുള്ള ബ്രെഡിലെ, ഇത് നമ്മൾ കഴിക്കുമ്പോൾ ധാരാളം ദൈവിക ചിന്തകൾ നമുക്ക് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് അത് കിട്ടുമ്പോൾ ഇൻഫർമേഷൻ മാത്രമല്ല, അതിൽ ജീവനും കൂടി നമുക്ക് കിട്ടുവാനിടയാവും. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ വചനം അത് വെറും ശബ്ദമല്ല, അത് ആത്മാവും ജീവനുമാണ്. So, dear brothers, this bread that we are speaking about, this bread that comes from God in the spirit realm, is live. Once you eat it, your life will start beating. It will improve your life, and it is therefore that Jesus Christ said that my words are not just words; they are life and spirit, and yeah. तो स्वर्ग से जो वचन आते, हमें स्वर्ग के जो रोटी है या वचन है, वो केवल यीशु मसीह के पास से मिल सकता है। यीशु मसीह ने इसलिए ही कहा, मैंने जो बातें तुमसे कहा है, वचन कहा है, वो केवल शब्द नहीं है, बल्कि वो आत्मा और जीवन है। ഹല്ലേലൂയ. हालेलुया। എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാട്ടെ. ഇതാ ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 21, യാക്കോബ് 1:21 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ
അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ ദേഹി കുടുക്കിലാണ്. ശരിക്ക് ഞാൻ ആ രീതിയിൽ പറയാം, നിങ്ങളുടെ ദേഹി, യുവർ സോൾ ഈസ് ഇൻ എ ട്രാപ്പ്. നിന്റെ ദേഹി കുടുക്കിലാണ്. എന്നാൽ നിന്റെ സ്പിരിറ്റിൽ നിന്റെ ദേഹിയെ രക്ഷിക്കാൻ കഴിവുള്ള വചനം സൂക്ഷിച്ചിട്ടുണ്ട്. ഇംപ്ലാന്റഡ് വേർഡ്, ഉൾനട്ട വചനം നിന്റെ ആത്മാവിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ വചനം എടുത്ത് നീ മുളപ്പിച്ചാൽ നിന്റെ ദേഹിയെ നിനക്ക് പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കാം. ഹല്ലേലൂയ. So about this, it is written in the book of James chapter 1 verse 21. I am paraphrasing. James says that your soul is in a trap. Your soul has been trapped by Satan and it can't escape. But the only way you can save it is that there is a seed that is planted in your spirit. If you are able to sprout that seed, then that sprouted seed is able to save your soul and save you. याकूब 1:21 में इसलिए लिखा है, तुम्हारा प्राण मानो वो उलझा हुआ है, वो जाल में फंसा हुआ है, उसे वहां से निकालने के लिए, उसके उद्धार के लिए हृदय में बोया हुआ बीज को फल उसको उगाना है. ഹല്ലേലൂയ. കടിച്ചിട്ട് മുറിയുന്നുണ്ടോ? കട്ടിയായതാ, മുറിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ജെയിംസ് യാക്കോബ് 1:21 വായിച്ചേ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. ആത്മാക്കളല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, ദേഹിയാണ്. ഹല്ലേലൂയ. സോൾസ്, നിങ്ങളുടെ ദേഹികളെ രക്ഷിക്കാൻ കഴിവുള്ള, രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. കണ്ടോ, നിങ്ങളുടെ ദേഹികളെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട വചനം ആത്മാവിന്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുക. ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുക. ഓരോരുത്തരെ രക്ഷിക്കാനുള്ള വചനം ആത്മാവിനുള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുക, ഉള്ളിൽ നട്ടിരിക്കുക. അതായത് അത് പുറത്തുനിന്ന് വരുന്നതല്ല, അത് ഓരോരുത്തരുടെ ആത്മാവിന്റെ ഉള്ളിൽ ദൈവം നട്ടിരിക്കുക. ആ ഉൾനട്ട വചനം സൗമ്യതയോടെ അങ്ങ് സ്വീകരിച്ചാൽ മതി, അത് നിന്റെ ദേഹിയെ രക്ഷിച്ചെടുക്കും. The book of James chapter 1 verse 21 says, therefore get rid of all moral filth and the evil that is so prevalent, and humbly accept the word planted in you, which can save you. So here the word of God is clear that God has planted a word in your spirit, and if you are able to humbly accept that spirit, that word can sprout and save your soul. याकूब 1:21 में इस प्रकार लिखा है, इसलिए सारी मलिनता और बैरभाव की बढ़ती को दूर करके उस वचन को नम्रता से ग्रहण कर लो जो हृदय में बोया गया और तुम्हारे प्राणों का उद्धार कर सकता है. इसलिए हमारे अंदर परमेश्वर ने हमारे आत्मा के अंदर वचन रूपी बीज को बोया है, उसे हमें बढ़ने को देना है ताकि हमारा प्राण का उद्धार हो. ഹലോ, നോക്കിയേ, ഇതാണ്, ഈ വിത്തിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനം ഇത് എങ്ങനെ നമുക്ക് കിട്ടും? It is about the seed that the word of God says that this is the hidden wisdom that has been predestined before the creation of this world. So we should now look at how we can get this. इसके बारे में ही वचन में लिखा है कि जगत की उत्पत्ति से पहले ही परमेश्वर ने जो है उसने नियुक्त किया है, जिन लोगों को नियुक्त किया है हमारे उद्धार के लिए, तो वो वचन रूपी ज्ञान को परमेश्वर ने रखा है. ഇത് പിശാചിനും അറിയത്തില്ല, സ്വർഗവാസികൾക്കും അറിയത്തില്ല, മനുഷ്യർക്കും അറിയത്തില്ല. ഈ അന്ത്യകാലത്ത് ദൈവം തന്റെ അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഇത് അറിയിക്കുകയാണ്. അങ്ങനെ അറിയിക്കുമ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടും? Now this wisdom, the inhabitants of this world does not know it, even Satan does not know it, and even the angels does not know it. But in this last age, God through his prophets and his apostles is revealing this wisdom, this mystery. And when he is doing that, how will we get it? ये ज्ञान जो है सारे संसार के लोग और स्वर्गवासी जो है स्वर्गदूत, सब लोगों से छिपी हुई बात लिखा है कि अंतिम दिनों ने परमेश्वर ने अपने भविष्यद्वक्ता और प्रेरितों के द्वारा हमें प्रकट किया है. तो हम इस ज्ञान को कैसे पाए?
എഫേസ്യ ലേഖനം 3-ാം അധ്യായം പറയുന്നു, ദൈവത്തിന്റെ ഈ അനാദി നിർണയം, അറിവില്ലാത്ത ഈ പദ്ധതിയിലേക്ക് സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും കൂടെ ഒന്ന് എത്തി നോക്കുകയാണ് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇത് നിനക്ക് തരും ഞാൻ. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? So in the book of Ephesians, it says that this eternal wisdom that God hidden, even the inhabitants of heaven are reaching into it and trying to figure it out. But this eternal wisdom God is giving to you. और इफिसियों के पत्र में लिखा है कि ये अनंत ज्ञान जो है वे स्वर्ग के वासियों भी झांक रहे हैं देखने के लिए, समझने के लिए, लेकिन परमेश्वर ने उनसे वो छिपा कर रखा है। और वो किसको देगा? ഒറ്റോത്തരം. മോളെ ഈ ലോകത്ത് നടക്കുന്നത് ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ടെസ്റ്റാണ്. ദൈവത്തിന്റെ പോക്കറ്റ് സ്നേഹിക്കുന്ന ഭക്തന്മാര് ധാരാളമുണ്ട്. പക്ഷെ ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ക്വാളിഫൈ ആകുന്നുവെങ്കിൽ നിനക്ക് ഈ വിസ്ഡം ദൈവം തരും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഒന്നുകൂടി പറയാം, ദൈവത്തിന്റെ പോക്കറ്റ് സ്നേഹിക്കുന്നവർക്കല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അതാണ് ഈ സാധനം. ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല, ഒരു ഹൃദയം നിരൂപിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ കിട്ടും? ദൈവമോ തന്റെ ആത്മാവിനാൽ ഇതവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. സഭകൾക്ക് അറിയാത്തത് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Dear brothers, so how will we get this wisdom? Realize that this world is a test, and this world is a test for God to see whoever loves him. Not who loves his pocket, but whoever actually loves him. And when God sees someone who actually loves him, God will reveal that wisdom to him. As the word of God says, neither eye hath not seen nor ear heard what God has prepared for those whom he loves. And in this end days, God will reveal this to him, and this is the law of the Spirit. पर हमें भाई बहनों हमें याद रखना है, ये संसार की जीवन एक परीक्षा है। ये इसलिए परीक्षा है कि साबित करने के लिए कितने लोग हैं जो परमेश्वर से प्रेम रखते हैं। काफ़ी सारे लोग हैं जो परमेश्वर की जेब से प्रेम रखते हैं, लेकिन कौन है वो जो परमेश्वर से प्रेम रखता है? परमेश्वर का वचन कहता है जो परमेश्वर से प्रेम रखते हैं उनके लिए, उनको परमेश्वर ने अपनी आत्मा के द्वारा बता कर दिया है, जो बातें न आँख ने देखा, कान ने सुनी, न किसी के दिल में गड़ा था। ഫസ്റ്റ് കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ പ്രിസൈസ് ഇൻഫർമേഷൻ ദൈവം തന്നിട്ടുണ്ട്. വായിച്ചാട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ നിങ്ങള്? ദൈവത്തിന്റെ പോക്കറ്റ് സ്നേഹിക്കുന്നവർക്കല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഈ ലോകത്തിൽ നല്ലൊരു പങ്കും പണത്തെ സ്നേഹിച്ചാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. വായിച്ചേ. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഈ റിലത്തിലുള്ളതല്ല, ഇവിടെ ഉള്ളതാണ്. കണ്ണ് കാണുന്നത്, ചെവി കേൾക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അത് ഈ റിലത്തിൽ നിന്നുള്ളത് അല്ല. ഓക്കെ, ഗോ ഹെഡ്, ഫിനിഷ് ഇറ്റ്. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ. അപ്പൊ അതെങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? പുസ്തകത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. അത് കിട്ടുന്നത് ദൈവം തന്റെ ആത്മാവിനാലാണ്. So in the book of Corinthians, 1 Corinthians chapter 2 verse 9, it is written, however as it is written, what no eye has seen, what no ear has heard, and what no human mind has conceived, the things God has prepared for those who love him. Though these are the things God has revealed to us by his Spirit. So here we speak about
things that are neither seen nor heard, because these are in the spiritual realm, these are in the heaven realm and not in the earth realm. And that's the reason you cannot see or hear it. And whom is it given to? It's given to those who love him. God gives it to those who love him. And how does he reveal it? He reveals it, and these are the things God has revealed to us by his Spirit. जैसे हमने बताया, अनेक लोग हैं जो परमेश्वर के पीछे इसलिए चलते हैं धन के लिए, पैसे के लिए, लेकिन जो परमेश्वर से सच्चे दिल से प्रेम रखते हैं उनको परमेश्वर ये बातें, आत्मा की स्तर की बातें अपने आत्मा के द्वारा वो प्रकट करेगा, जिस प्रकार लिखा है 1 कुरिन्ती 2:9। परंतु जैसा लिखा है, जो बातें आंखें ने नहीं देखी और कान ने नहीं सुनी और जो बातें मनुष्य के चित्त में नहीं चढ़ी, वे ही तो है परमेश्वर ने अपने प्रेम रखने वालों के लिए तैयार की है। അപ്പൊ പ്രിയ മക്കളെ, എങ്ങനെ നമുക്കത് കിട്ടുന്നേ? എങ്ങനെ കിട്ടുന്നേ? ദൈവത്തിന്റെ ആത്മാവിലൂടെ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്നതിന് പറയണം ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് പുസ്തകത്തിലൂടെ കിട്ടത്തില്ല, അത് ദൈവത്തിന്റെ ആത്മാവിലൂടെ കിട്ടത്തുള്ളൂ. ബൈബിളിന്റെ 4 ലെവൽ ലെറ്റേഴ്സ്, അതിലൂടെ ഇത് കിട്ടുകയുള്ളൂ. ഈ ഒരു ഉറപ്പ് അകത്ത് വേണം. അതിനെന്ത് വേണം? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്, മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുന്ന പോലെ അങ്ങനെ കാണിച്ചാൽ മതിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം കാണണം, എന്റെയും നിങ്ങളുടെയും ദൈവത്തോടുള്ള സ്നേഹം. So these things that no eye has heard and no eye has seen and no ear has heard, how will you get it? The word of God here says that though these are the things God has revealed to us by his Spirit. So only through our spirit can we actually get it. And who will be able to get it? It's not people who act as if they love God, but these are things that God has prepared for those who love him, and God knows internally in the mind of each person who actually loves God. ये बातों को पाने के लिए हमें क्या करना है? हमने वचन में कैसे पढ़ा, जो परमेश्वर से प्रेम रखते हैं उनके लिए परमेश्वर ने अपनी आत्मा के द्वारा ये सब बताया, प्रकट किया है। तो क्या हमें सिर्फ नकल करना है कि हम परमेश्वर से प्रेम रखते हैं, जैसे कि हाथ उठाकर स्तुति करने में? नहीं, हमारे सच्चे दिल से, दिल की गहराई से हमें परमेश्वर से प्रेम रखना है। ഹല്ലേലൂയ. അത് എങ്ങനെയാ ദൈവം അറിയുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേന്ന്? സിമ്പിൾ, ത്രൂ ടെസ്റ്റ്, പരീക്ഷയിലൂടെ. ഇതാണ് യാക്കോബ് 1:12 പറയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ഡാഷ് ഡാഷ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ എന്തിലൂടെയാ ദൈവം അറിയുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേന്ന്? ത്രൂ ടെസ്റ്റ്, പരീക്ഷയിലൂടെയാണ് ദൈവം അറിയുന്നത്. അതാണ് പറയുന്നത്, അത് സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അതിൽ ജയിക്കുന്നവനെയാണ് ദൈവം കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നത്, ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. So how does God knows whether you love him? It's actually quite simple. It is through tests that God knows that he loves you, that you love him. So God tests and sees that. In the book of James chapter 1:12 it says, blessed is the one who perseveres under trial, having stood the test. That person will receive the crown of life that the Lord has promised to those who love him. So once God realizes through tests that you love him, he will give you the crown of life. कैसे साबित किया जाएगा कि हम परमेश्वर से असलियत में प्रेम करते हैं कि नहीं? परीक्षा के द्वारा, जिस प्रकार लिखा है याकूब 1:12 में, धन्य है वह मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वह मुकुट पाएगा, जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है। ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് എന്നെ കൊള്ളാവുന്നവനായി തെളിഞ്ഞതുപോലെ. ദൈവം എന്നെ പരീക്ഷയിലൂടെ കടത്തിവിട്ടു, കൊള്ളാവുന്നവനായി തെളിഞ്ഞപ്പോഴാണ് തന്റെ സുവിശേഷം എന്നെ പരമേൽപ്പിച്ചത്. It is because of this that Apostle Paul says that to entrust the gospel to me, God has passed me through test and saw that and proved myself to be good for that. इसलिए ही पौलुस कहता है, परमेश्वर ने मुझे जांचा और मुझे योग्य पाया ताकि मैं ये सुसमाचार मेरे पास परमेश्वर ने सौंपा। പത്രോസിന്റെ കരയ്ക്ക് സഭയെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ ചോദിച്ചു, വലിയൊരു മീൻപിടുത്തം കഴിഞ്ഞു. ആ മീനല്ല, 152 മീൻ അവിടെ ഇരിക്കുക, വലിയ മീൻ. കർത്താവ് ചോദിച്ചു,
നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അദ്ദേഹം പറഞ്ഞു, സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എന്റെ ഹൃദയം അങ്ങ് അറിയുന്നല്ലോ, ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ആടുകളെ മേയ്ക്കാം. So, as we see in the book of John, chapter 21, after fishing, after a large fishing expedition which caught a lot of fish, Jesus asked Peter, before he entrusted the church to him, Simon, son of John, do you love me more than these? And Simon replies, you know that yes, Lord, you know that I love you. Again, Jesus asked me, Simon, son of John, do you love me? And Simon says that that you know that I love you. And again, Jesus asked, do you love me? And Simon said, Lord, you know all things, you know that I love you. And when he realized, when Jesus know that Simon loves him, it is then that he entrusted the church to Simon. पतरस के पास सुसमाचार की जिम्मेदारी देने के पहले यीशु मसीह ने उसकी भी परीक्षा ली। एक बड़ी मछली की पकड़ मिलने के बाद में यीशु मसीह ने उससे पूछा, क्या इनसे बढ़कर तू मुझसे प्यार करता है? 152 बड़ी मछलियां थी वहां पर उसने कहा, हाँ मैं करता हूँ। दोबारा पूछा, क्या इनसे अधिक तू मुझसे प्यार करता है? उसने कहा, करता हूँ। तीसरी बार जब पूछा, उसने कहा, प्रभु तू सब कुछ जानता है, मैं तुझसे प्यार करता हूँ। तब यीशु मसीह ने कहा, मेरी भेड़ों को संभाल। ദൈവത്തിന്റെ ഭാവി പദ്ധതികൾ എല്ലാം അറിയിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എല്ലാം ക്ലോസ് ചെയ്യുന്ന പുസ്തകമാണ്. ഈ ക്ലോസ് ചെയ്യുന്ന പുസ്തകം ആർക്കാ വെളിപ്പെടുത്തി കൊടുത്തതെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു, യോഹന്നാൻ. യേശുവിന്റെ മാറോടാണ് ഇതൊരു ശിഷ്യനുണ്ടായിരുന്നു, യോഹന്നാൻ. ആ ശിഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാടുകൾ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഏറ്റവും കൂടുതൽ സ്നേഹിപ്പാൻ, കാപ്പട്യമല്ല, ആപ്പയെ സ്നേഹിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഉന്നതമായ മണ്ഡലത്തിൽ നമുക്ക് വിതയ്ക്കാം. ആ വിതതിയുടെ കൊയ്ത്ത് നമുക്ക് അനുഭവിക്കാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യ ജീവനെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ഭൂമിയിൽ വിതയ്ക്കുന്നവൻ തൽക്കാലം വിശപ്പടക്കും. So the book of Revelations, the last book in the Bible, is the book that reveals God's further plans for this world. It is a very important book. And whom did God reveal it to? He revealed it to the disciple who loves him, and and it was a gift to the disciple who loves him the most, and who loves him. And in the same manner, let us also love our Lord and Savior, and let us also love God, and let us also sow in the heaven realm, so that we can reap, as the word of Bible says, those who sow in the Spirit shall reap eternal life from the Spirit, while those who sow in the flesh shall reap destruction, and those who sow in the earth shall reap temporary food to satiate your temporary hunger. परमेश्वर के वचन में भविष्य की जो गुप्त बातें हैं, पद्धतियां जो हैं परमेश्वर के मन में, वो प्रकट किया हुआ पुस्तक है प्रकाशित वाक्य। और ये प्रकाशन परमेश्वर ने किसको दिया? सबसे अधिक यीशु मसीह से प्रेम किया हुआ यूहन्ना चेला को दिया, यूहन्ना जो यीशु मसीह के सीने से लगा रहता था। तो इसके लिए परमेश्वर से हम सबसे अधिक प्रेम करें, ताकि सबसे श्रेष्ठ बातों को हम पर वो बातें प्रकट हो जाए। जो धरती में बोता है वो धरती के फल को खाएगा, भूख मिटाएगा। जो शरीर में बोता है वो मृत्यु को काटेगा, और जो आत्मा में बोता है वो अनंत जीवन को पाएगा। പ്രിയ സഹോദരങ്ങളെ, റോമ 8:14 ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ്, കാഴ്ചയാൽ ജീവിക്കുന്നവരല്ല, തങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, തങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നവരല്ല, അതിനു മുകളിൽ ദൈവാത്മാവാൽ ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കാറ്റഗറി മാറി ദൈവാത്മാവാൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം. അങ്ങനെ ആത്മാവിൽ വിതച്ച് നിത്യജീവനെ കൊയ്യുവാൻ നമുക്ക് പരിശീലിക്കാം. നാം ഇതുവരെ അങ്ങനെ പരിശീലിച്ചിട്ടില്ല. നാം ഇതുവരെ മാക്സിമം ഭക്തന്മാർ ഈ പുസ്തകത്തിലെ അക്ഷരത്തിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല,
ആത്മാവിന്റെ ശുശ്രൂഷയാത്രേ ഒരു പുതിയ ഉടമ്പടിയിലെ ദൈവ പൈതലിനെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. The book of Romans chapter 8 verse 14 says that it does not say that those who are led by sight are the children of God. It says that those who are led by the Spirit of God are the children of God. So let us also train ourselves to be led by the Spirit of God. Let us also sow in the heavenly realm and reap eternal life. Till now, let us train ourselves for that. Till now we have been reading Bible and verses of the Bible and getting enriched by that verses, but we are not been trained in receiving directly from God. Let us train ourselves so that we are led by the Spirit of God, so that we are the children of God. अंत में बताना चाहते हैं, रोमियो 8:14 में लिखा है, जितने आत्मा के चलाए चलते हैं वे परमेश्वर के पुत्र हैं, जो आँख से देखने वाली बातों से चलने वाले नहीं बल्कि आत्मा के द्वारा चलाए जाने वाले। इसलिए हम भी वैसे होने का यत्न करेंगे। पुराने जितने भी भक्त थे वो पवित्र कलाम के अक्षरों से, वचनों से उन्होंने जिया, लेकिन नए वाचा के अधीन में जितने भी परमेश्वर के संतान हैं उनके लिए परमेश्वर ने रखा है अक्षर नहीं लेकिन आत्मा की व्यवस्था के अनुसार चलना, क्योंकि अक्षर मारता है पर आत्मा अनंत जीवन देता है। കഴിച്ചോ നിങ്ങൾ വല്ലോ? വിളമ്പി പലരും കഴിച്ചില്ല. അവർ പറഞ്ഞു ഫാരക്സ് ഇല്ലേ പാസ്റ്ററേന്ന്, അല്ലേ? ഹല്ലേലൂയ. ഫാരക്സ് ഇല്ലേ? ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇതാ എബ്രായ ലേഖനകർത്താവ് പറയണത്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ദൈവവചനത്തിന്റെ ആദ്യ പാഠങ്ങൾ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമായിരിക്കുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് മനസ്സിലായില്ലയോ? ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്, വളർന്നിട്ടില്ല. അതുകൊണ്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. മാത്രമല്ല, ദൈവമേ എൻ്റെ അകത്ത് വളരുവാനുള്ളൊരു താല്പര്യം അങ്ങ് തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. താല്പര്യം ഇല്ലാത്തവൻ്റെ മുമ്പിൽ എന്നാ വെച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം വിശപ്പുണ്ടാകണം, അത് തിന്നാനുള്ള താല്പര്യം ഉണ്ടാകണം. So I hope the food that has been served, how many of you have actually consumed it? Although it has been served, many of you have not consumed, and many of you are asking for baby food. It is because of this that Apostle Paul said that if you are to look at the time, you are supposed to be instructors of faith, but even now I'm having to serve you milk. So let us open our hearts and let us pray that let us first take an interest in consuming this food, and let us pray that God strengthens us and grows us so that we can be mature enough to consume this food. प्रिय लोगों, क्या आप लोगों ने इस भोजन को खाया? बहुत सारे लोग ऐसे हैं जो अभी भी शिशुओं का भोजन ही चाहते हैं। इसलिए ही पौलुस ने कहा, समय काल के अनुसार तो तुमको उपदेशक बनना चाहिए, लेकिन अभी भी तुम बच्चे सरीका है। इसलिए ही हम आत्मिक बढ़ोतरी की बातों को पाने के लिए चाहे। ഹല്ലേലൂയ. സൂമിലുള്ളവരും ഹോളിലുള്ളവരോട് ചോദിക്കുക, മക്കളെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വൃത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. हालेलुया। കേട്ട വചനം അത് അങ്ങനെ തന്നെയോന്ന് നിങ്ങൾ വെച്ച് ധ്യാനിക്കുക. ഇതിൽ ധാരാളം സംഭവങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഒരാത്മീയൻ സകലത്തെയും വിവേചിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ബാലപാഠങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനി അധികമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയാകും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, I hope you, those who are in Zoom as well, I hope you understand. These are all initial lessons of hard food, but examine the Bible to see if it is like that, and may God help us move to higher levels and learn even more tougher subjects. विश्वास करते हैं कि आप लोगों को इन बातों समझ में आया होगा। हम परमेश्वर, ये तो केवल जो है छोटे कक्षा के पाठ्य है। परमेश्वर में हम भरोसा करेंगे कि जो है ऊंचे स्तर की बातों को भी हम समझ पाए। आए हम अपने स्थान में खड़े होकर प्रार्थना करेंगे। ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന ഈ പ്രഭാത മന്നയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറച്ചു വെച്ചിരിക്കുന്ന ഗുപ്തനിധികളെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി നന്ദി. ഇനിയും രക്ഷ, സ്നാനം, കൈവപ്പ്, ന്യായവിധി എന്ന അടിസ്ഥാന ഉപദേശങ്ങൾ നിന്ന്
ക്രിസ്തുവെ കുറിച്ചുള്ള ആദ്യ വചനങ്ങൾ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് ആജ്ഞാപിക്കുമ്പോൾ, പ്രിയ നല്ല പിതാവേ, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, അപ്പൊ അങ്ങ് ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറച്ചു വച്ചിരുന്നതുമായ ആ ജ്ഞാനം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. ഈ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ കർത്താവിന്റെ ക്രൂശുമരണം ഓർക്കുന്ന ഈ തിരുവത്താഴ ശുശ്രൂഷ സമയം, ഇത് മറഞ്ഞിരുന്ന ജ്ഞാനത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇത് പിശാചും കൂട്ടരും ഇത് അറിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറച്ചു വെച്ചതുമായി ജ്ഞാനം ഇത് സ്വീകരിച്ചുകൊണ്ട്, തുടർന്നും ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഈ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും തെളിയിക്കപ്പെട്ട് അങ്ങിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ മക്കളെ ഏവരെയും ഈ ഹാളിൽ, ഈ ശബ്ദ കാഴ്ച വെറുതെ ഇപ്പോഴും തുടർന്നും ഒക്കെ അങ്ങയുടെ ജ്ഞാനം മറച്ചു വെച്ച് ജ്ഞാനം തിരിച്ചറിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാവരും ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ അങ്ങേടയാക്കണമേ. ദുഷിക്കുന്നവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടതായത് കൊണ്ട് ശപിക്കരുത്, അനുഗ്രഹിക്കുന്നവരായിരുന്നു. ഞങ്ങൾ അവരെല്ലാം അനുഗ്രഹിക്കുന്നു. ഈ ജനങ്ങളുടെ സകല ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയരട്ടെ. സകല ആവശ്യങ്ങളെയും, എല്ലാ നൊമ്പരങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, സകല ആവശ്യങ്ങളുടെ മേലോ അങ്ങയുടെ പരിഹാരം അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിഹാരം ഒരനുഗ്രഹമായി ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും മാറ്റം കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ, വേദനയുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. യേശു കർത്താവിലൂടെ ദൈവം നമുക്ക് നൽകിയ അടിപ്പിടരാനുള്ള സൗഖ്യം നമുക്ക് സ്വീകരിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുകയാണ്. എല്ലാ പാപങ്ങളും യേശു രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് എല്ലാ ജനവും ഏൽപ്പിച്ചു കൊടുത്ത്, എവിടെയെങ്കിലും പിശാചിന്റെ അധികാരമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, ആ രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവേ, പൈശാചിക സ്പിരിറ്റുകളെ, നിങ്ങൾക്ക് ഈ മക്കളുടെ മേൽ ഒരു അധികാരവും അവകാശവുമില്ല. ആ വേദനകളോട് കൽപ്പിക്കുന്നു, വിട്ടുമാറുക. ആ രോഗങ്ങളോട് കൽപ്പിക്കുന്നു, വിട്ടുമാറുക. ഈ മക്കൾ പരിപൂർണമായി സ്വാതന്ത്ര്യമുള്ളവരായിരിക്കട്ടെ. എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ആ അനുഗ്രഹം ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനും സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുവാനും ഇവരെ ഇടയാക്കട്ടെ. ഇവരുടെ ജീവിതം ശത്രുവിന്റെ വായടയ്ക്കാൻ ഇടയാകട്ടെ. സർവമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കേട്ട വചനം ദീപം പോലെ കരുതുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത റിട്രീറ്റ് ഡിസംബർ 2-ാം തീയതി ആണെന്ന് പ്രത്യേകിച്ച് ഓർക്കുക. പ്രത്യേകിച്ച് 1-ാം തീയതി ഇതാ ഗോസ്പൽ ടിവിയുടെ ഒരു പ്രത്യേക ഒരു TV പ്രോഗ്രാം ഉണ്ട്. അത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റർ കിട്ടിയിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം. പിശാചിനെ നമ്മുടെ കാലിൻ്റെ കീഴിലാക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു. പ്രൈസ് ഗോഡ്.